അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീ എന്ന ക്രോപ്പിന്റെ ഡിസീസസ് ആണ്. സോ ടീയുടെ ഡിസീസസ് വരുമ്പോൾ നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യേണ്ട 4 എണ്ണമാണ്. ആ 4 ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പേര് നോക്കാം. ബ്ലിസ്റ്റർ ബ്ലൈറ്റ്, ബ്ലാക്ക് റോട്ട്, റെഡ് റസ്റ്റ്, ബ്ലാക്ക് റൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടൊരു പേര് വരുന്ന ബ്ലാക്ക് റോട്ടും ബ്ലാക്ക് റൂട്ടുമാണ്. ആക്ച്വലി ബ്ലാക്ക് റൂട്ടിന് ബ്ലാക്ക് റൂട്ട് റോട്ട് എന്ന് പറയാറുണ്ട് കേട്ടോ, അങ്ങനെയും പറയാറുണ്ട്. ഇത് രണ്ട് റോട്ട് ഡിസീസസ് ആണ്. സിമിലർ ആയിട്ടാണ്, പക്ഷെ ഇത് അഫക്റ്റ് ചെയ്യുന്ന പ്ലാന്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ബ്ലാക്ക് റോട്ട് ലീവ്സിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് റൂട്ട് റോട്ട് വന്നിട്ട് അതിന്റെ റൂട്ടിനെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. ആസ് പെർ ദി നെയിം സജസ്റ്റ് ബ്ലാക്ക് റൂട്ട് റൂട്ടിനെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള ഡിസീസസ് 4 ഉണ്ട് ടീയിൽ. ഇതിൽ ആദ്യത്തെ 3 മോസ്റ്റ്ലി ലീവ്സിലാണ് വരുന്നത്. ഈ ബ്ലാക്ക് റോട്ട് മാത്രമാണ് റൂട്ടിൽ നമുക്ക് കാണപ്പെടുന്നത്. സോ നമുക്ക് ഒരു ഫസ്റ്റ് ഡിസീസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ദ ബ്ലിസ്റ്റർ ബ്ലൈറ്റ്. അപ്പോൾ ബ്ലിസ്റ്റർ ബ്ലൈറ്റ് ഉണ്ടാക്കുന്ന പാത്തജന്റെ പേര് ഫസ്റ്റ് നമുക്ക് നോക്കാം. എക്സോബെസിഡിയം വെക്സൻസ്. എന്താണ്? എക്സോബെസിഡിയം വെക്സൻസ് ആണ്. സോ അത് നോട്ട് ചെയ്ത് പഠിക്കുക. നെയിം ഓഫ് ദി പാത്തജൻ കോസിംഗ് ബ്ലിസ്റ്റർ ബ്ലൈറ്റ് ഈസ് എക്സോബെസിഡിയം വെക്സൻസ്. ഇനി ഇതിന്റെ സിംറ്റംസ് പറയുമ്പോൾ പേര് നമ്മൾ എപ്പോഴും ഒരു ഡിസീസ് ഓർക്കുക. ഇപ്പം നമുക്ക് ടീക്ക് 4 ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ബ്ലിസ്റ്റർ ബ്ലൈറ്റ്. അപ്പം അത് പേര് വെച്ച് തന്നെ മാക്സിമം ഓർക്കാൻ പഠിക്കുക. അതിന്റെ പാത്തജന്റെ പേര് എക്സോബെസിഡിയം വെക്സൻസ് എന്ന് പറഞ്ഞു. ബ്ലിസ്റ്റർ ബ്ലൈറ്റ് എന്നതായതുകൊണ്ട് തന്നെ ബ്ലിസ്റ്റർ എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ചുകൂടെ ഓർത്ത് വയ്ക്കാനാണ്. കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ബ്ലിസ്റ്റേഴ്സ് വരാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഇങ്ങനെ പൊന്തി വന്നിട്ട് ഈ പ്രൊജക്ഷൻ പോലെ നമ്മുടെ ബോഡീസിൽ ചെറിയ ചെറിയ പിമ്പിൾസ് പോലെയല്ല, കുറച്ചുകൂടി വലുപ്പത്തിന് ഇങ്ങനെ നീർക്കെട്ട് പോലെ ചെറുതായിട്ട് ഇങ്ങനെ നീരൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പൊങ്ങി പൊള്ളലൊക്കെ ഏറ്റ പോലെ ഒരു ഇത് വരാറുണ്ട് ബ്ലിസ്റ്റേഴ്സ്. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാണെങ്കിൽ ബ്ലിസ്റ്റർ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, അതിനെ പോലെ ചെടിയിൽ കാണപ്പെടുന്ന ഒരു സിംറ്റമാണ് ഈ ബ്ലിസ്റ്റർ. അത് ചെടിയിലും കാണപ്പെടുന്നു, പക്ഷെ ചെടിയുടേതായ രീതിയിൽ. സോ അതുകൊണ്ട് ബ്ലിസ്റ്റേഴ്സ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന് ബ്ലിസ്റ്റർ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിംറ്റംസ് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഈ ഇമേജ് കണ്ടല്ലേ, ഇലയിൽ കുറച്ച് പ്രൊജക്ഷൻസ് പോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ അവിടെ എന്തോ ഒരുമാതിരി ഇങ്ങനെ കേട് വന്നതുപോലത്തെ ഒരു പ്രൊജക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിംറ്റംസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യലി ഓയിലി yellowish translucent spots appear on the tender leaf and turn to deep red shiny blisters. അപ്പോൾ ഈ തുടക്കത്തിൽ യെല്ലോയിഷ് ടിന്റ് ആയിരിക്കും, അതിനൊരു യെല്ലോയിഷ് എന്ന് പറയും. ഫസ്റ്റ് എന്ന പിക്ചറിൽ കാണുമ്പോൾ യങ്ങർ ആയിട്ടുള്ള ടെൻഡർ ലീഫ് ഉണ്ട്, ഒരു മഞ്ഞ നിറത്തിലെ ഇലയാണ് കേട്ടോ. അതായത് നമ്മളെ ഈ ടീസിന്റെ ലീഫ് ആദ്യമൊക്കെ യെല്ലോയിഷ് ആയിരിക്കും, പിന്നീടാണ് അത് മെച്ചോർഡ് ആയിട്ട് വരുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീനിലോട്ട് വരുന്നത്. അപ്പോൾ യങ്ങർ ലീഫിൽ, ടെൻഡർ ആയിട്ടുള്ള ലീഫിൽ ചെറിയ സ്പോട്ട്സ് ഉണ്ടാക്കും. ആ സ്പോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഓയിലി ഫീലിങ്ങും അത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ സ്പോട്ട് ആയിരിക്കും ബ്ലിസ്റ്റർ ബ്ലൈറ്റ്. ബ്ലിസ്റ്റർ വരുന്നതിന് മുന്നേ ആദ്യം ജസ്റ്റ് ഒരു സ്പോട്ട് ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നീട് എന്ത് ചെയ്യും, ഈ ഇത് മാറിയിട്ട് ഡീപ്പ് റെഡ് ഷൈനി നിറത്തിലുള്ള ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് മാറും. ഇങ്ങനെ ഡീപ്പ് കളർ റെഡ്, ഈ യെല്ലോ മാറിയിട്ട് നല്ല ഡാർക്കർ കളറിലോട്ട് പോകും, റെഡ് ഷൈനി ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് സർക്കുലർ സ്പോട്ട്, ഈ ഫസ്റ്റ് ഒരു സ്പോട്ടായിട്ട് വരും എന്ന് പറഞ്ഞത് അത് തുടക്കത്തിലൊരു 3 mm ഒക്കെ കാണുള്ളൂ, വളരെ ചെറുതായിരിക്കും. അത് കൂടി 13 mm ഡയമീറ്റർ വരെ അത് സ്പ്രെഡ് ആയിട്ട് വലിയ സ്പോട്ടായിട്ട് മാറും. ആൻഡ് ആ സ്പോട്ട് വലുതാകുന്ന അനുസരിച്ച് നമ്മൾ ആ ചെടിയുടെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് വരുന്നത് കാണാൻ പറ്റും. അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഇലകളുടെ ബാക്ക് ഭാഗത്ത് എന്താണ് ഇങ്ങനെ പ്രൊജക്ഷൻസ് പോലെ കാണുന്നത്. ആൻഡ് ഈ ബൾജ് ഓൺ ദി അണ്ടർ സർഫേസ് ഓഫ് ദി ലീഫ് വിത്ത് എ കോൺകേവ് ട്രഫ് ലൈക്ക് ഡിപ്രഷൻ ഓൺ ദി അപ്പർ സർഫേസ്. ഈ സ്പോട്ട് ഫസ്റ്റ്
ഫസ്റ്റ് ഫോം ചെയ്തിട്ട് അടിഭാഗത്തോട്ട് ഇത് പ്രൊജക്ഷൻ ആകുന്ന സമയത്ത് നമ്മൾ ആ ഇലയുടെ ടോപ്പ് പോർഷൻ എന്ത് ചെയ്യും, താഴോട്ട് കുഴിഞ്ഞു വരാൻ തുടങ്ങും, ഒരു ഡിപ്രഷൻ പോലെ ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബ്ലിസ്റ്ററിന്റെ സിംറ്റം മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നീട് ഇത് എന്ത് ചെയ്യും, ഇലകളിൽ ഈ ബ്ലിസ്റ്റേഴ്സ് വന്നു കഴിയുമ്പോൾ പിന്നെ അത് ചുരുണ്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ കേളിങ്ങും എന്താണ് ഈ ഒരു ബ്ലിസ്റ്റർ ബ്ലൈറ്റിന്റെ ഒരു സിംറ്റം ആണ്. അത് ഡിസ്റ്റോർട്ടായിട്ട് ലീഫിന്റെ ഷേപ്പ് ഒക്കെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലഷ് ഓഫ് 2 to 3 യങ് ലീവ്സിനെയാണ്. അതായത് ഒരു ചെറിയ ഒരു പുതിയ ബ്രാഞ്ച്, ഈ ഷൂട്ട്സ് ഉണ്ടല്ലോ മേലോട്ട് പുതിയ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഈ പുതിയതായിട്ട് വന്ന ടോപ്പ് 2 to 3 യങ് ലീവ്സിനെ മാത്രമായിരിക്കും ഇത് മെയിൻ ആയിട്ട് നോക്കി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യങ് ടെൻഡർ ലീഫിലാണ് ഈ ഒരു സ്പോട്ട് കാണുന്നത്, പിന്നെ അത് മെച്ചോർഡ് ആകുന്നതുമാണ്. അപ്പോൾ ഇതിലേക്ക്, അതായത് ഈ യങ് ഷൂട്ട്സിലേക്കും ബഡ്സിലേക്കൊക്കെ വന്ന് ചിലപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്ത് അതിനെ കില്ല് ചെയ്യാറ് വരെ ഉണ്ട്, അതായത് കംപ്ലീറ്റ്ലി അത് നശിച്ചു പോകാറ് തന്നെ ഉണ്ട്. സാധാരണയായിട്ട് മെച്ചോർഡ് ലീവ്സിൽ അതങ്ങനെ കാണപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇത് ചില സമയത്ത് നഴ്സറിയിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നഴ്സറിയിൽ നമ്മൾ ഈ സീഡ്ലിങ്സ് ഒക്കെ നട്ടിങ്ങനെ ചെറിയ ചെറിയ തൈകളാക്കി ആദ്യം എടുക്കുമല്ലോ. അപ്പോൾ ആ ഇൻഫെക്ഷൻ നഴ്സറിയിലും വന്നു കഴിഞ്ഞാൽ സീഡ്ലിങ്സിന് എന്താ സംഭവിക്കുക, അത് സ്റ്റണ്ടഡ് ഗ്രോത്ത് കാണിക്കും. ആ സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു തൈ നമ്മളൊക്കെ പൊടിപ്പിച്ചെടുക്കാനാണെങ്കിൽ അത് ഒരു സ്റ്റോക്ക് ആയിരിക്കും അതിൽ കാണപ്പെടുന്നത്. പക്ഷേ ഇത് പിന്നീട് സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയി കഴിയുമ്പോൾ അത് ഒറ്റ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് വരും. അതിങ്ങനെ ഒരേ പോയിന്റ് മൾട്ടിപ്പിൾ സ്റ്റെംസ് പോലെ ഇങ്ങനെ വളർന്നു വരും. അത് നല്ല സീഡ്ലിങ്സ് ആയിരിക്കില്ല. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഒരു ബ്ലിസ്റ്റർ ബ്ലൈറ്റ്, അതായത് ഈ എക്സോബസിഡിയം വെക്സൻസ് എന്ന പാത്തജൻ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സീഡ്ലിങ്സ് ചിലപ്പോൾ ഫുള്ളി അഫക്റ്റ്, അതായത് നശിച്ച് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ ലൈക്ക് പെട്ടെന്ന് ഒരു സീഡ്ലിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പ്രെഡ് ആയിട്ട് ആ നഴ്സറി ഫുള്ളൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ചിലപ്പോൾ മൊത്തം ഒന്നല്ല, ഒരു മെജോറിറ്റി പോർഷൻസും കേടുവന്നിട്ട് പോകാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ബാക്കി സീഡ്ലിങ്സും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ബാഡ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള നഴ്സറീസിനെ നമ്മൾ പൊതുവെ അബാൻഡൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെടിയെ ലൈക്ക് യങ്ങർ ലീവ്സിലും ചെറിയ സീഡ്ലിംഗ് ആയിരിക്കുന്ന സമയത്തും ഇതിനെ എഫക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പോട്ട്സ് പിന്നീട് ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ആ ബ്ലിസ്റ്റേഴ്സ് വന്നിട്ട് ഇലകൾ ചുരുണ്ടു വരുന്നതും കാണാൻ പറ്റും. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് സക്യുലന്റ് ലീവ്സ് ആൻഡ് ഗ്രീൻ ഷൂട്ട്സ് ഓഫ് ന്യൂലി പ്രൂൺഡ് ടീ ആർ മോർ സസെപ്റ്റബിൾ. അതായത് നമ്മൾ ഈ ടീ ഒക്കെ റെഗുലറായിട്ട് പ്രൂൺ ചെയ്യുമല്ലോ, ഇലകൾ ഇങ്ങനെ ഇറുത്തെടുക്കുമല്ലോ നമ്മൾ. അപ്പോഴത്തേക്കും ഈ ഇറുത്തെടുത്ത ശേഷം വരുന്ന പുതിയതായിട്ട് വരുന്ന ഇലകളിലും പിന്നെ സക്യുലന്റ് ആയിട്ടുള്ള ലീവ്സ്, സക്യുലന്റ് ലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി സക്യുലൻസ് എന്ന് പറയുന്ന ഒരു ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ് ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര ഫ്ലഷി ആയിട്ട് നിറയെ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ലീവ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ടീ ലീവ്സിലും ചില ലീഫുകൾ എന്താണ് നല്ല വാട്ടർ സ്റ്റോർ ചെയ്ത് നല്ല തിക്കായിട്ടുള്ള ചില ലീവ്സ് ആണ്. അതിനെയും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പാത്തജൻ വന്നിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ മെയിൻ ആയിട്ട് നമുക്ക് സിംറ്റംസ് നോക്കി കഴിഞ്ഞാൽ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് കാണപ്പെടും. ബ്ലിസ്റ്റേഴ്സിന് മുന്നേ ചെറിയ സ്പോട്ട്സ് ആയിട്ടായിരിക്കും ലീഫിൽ വരുന്നത്. ബ്ലിസ്റ്റേഴ്സ് നമുക്ക് പ്രൊജക്ഷൻസ് പോലെ ലീഫിന്റെ അണ്ടർ സൈഡിലാണ് കാണപ്പെടുന്നത്. ആ അണ്ടർ സൈഡിൽ ഈ ഒരു പ്രൊജക്ഷൻ ഉള്ള സമയത്ത് മേൽഭാഗത്ത് ഒരു ഡിപ്രഷൻ പോലെ അത് താഴ്ന്നു പോയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ആക്ച്വലി പൊതുവിൽ ചെടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുന്ന ഡിസീസസ് ആണ് കേട്ടോ. കൂടുതലായിട്ടും ഇത് യങ്ങർ ആയിട്ടുള്ള ലീവ്സ്, ടെൻഡർ ലീവ്സിലൊക്കെയാണ് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ബ്ലിസ്റ്റർ ബ്ലൈറ്റിന്റെ സിംറ്റംസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ ഒരു ഡിസീസ് ഫേവറബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെങ്ങനെ മാനേജ് ചെയ്യാമെന്നൊക്കെ നോക്കാം. സോ ഫേവറബിൾ കണ്ടീഷൻസ് ഇവർ പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഗ്രേറ്റർ ദാൻ 83% ഫോർ 7 to 10 days ഫേവേഴ്സ് ഡിസീസ്. അടുപ്പിച്ച് കുറേ ദിവസങ്ങളിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറച്ചധികം ഹൈ ആയിട്ട്, അതായത് 83% മേളിലോട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ വരും. പിന്നെ ടെമ്പറേച്ചർ എബവ് 35 degrees Celsius ഇൻഹിബിറ്റ് ദ ഡിസീസ്. 35 degrees Celsiusനെക്കാളും മേളിലോട്ടുള്ള ടെമ്പറേച്ചേഴ്സ്, ഹയർ ടെമ്പറേച്ചേഴ്സിൽ ഈ ഒരു ഡിസീസ് അങ്ങനെ കാണാറില്ല, ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഹയർ ഹ്യൂമിഡിറ്റിയും ഒരു ലോവർ ടെമ്പറേച്ചറിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ബുഷസ് ഇൻ ലോ മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡി ലൊക്കാലിറ്റീസ് സഫർ മോർ. കൂടുതൽ ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന ടീ പ്ലാന്റേഷൻസിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് അഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൂൺഡ് ട്രീസ്, ഇപ്പൊ പ്രൂൺ ചെയ്തിട്ടുള്ള ട്രീസ് ആണെങ്കിൽ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ന്യൂ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഷൂട്ട്സ് ആണ്, ഷൂട്ട് റീജിയൻസ് ആണ്, പുതിയ ഇലകളും പുതിയ സ്റ്റെമ്മും ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ഇതിനെ അഫക്റ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ഡിസീസ് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞാൽ, അപ്പോൾ നഴ്സറിയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, സീഡ്ലിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആഴ്ചയ്ക്ക് ഒരിക്കൽ ഈ COC കോപ്പർ ഓക്സി ക്ലോറൈഡിന്റെ ഫംഗിസൈഡ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ കോപ്പർ ഓക്സി ക്ലോറൈഡ് നമ്മൾ കുറേ തവണ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തു അല്ലേ. ഫംഗിസൈഡ്സ്, ഫംഗസ് കാരണം അറ്റാക്ക് ചെയ്യുന്ന മിക്ക ഡിസീസസിലും നമ്മൾ COC കോപ്പർ ഓക്സി ക്ലോറൈഡ് ഒരു മാനേജ്മെന്റ് എന്താണ് കെമിക്കലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് COCയും നിക്കൽ ക്ലോറൈഡും കൂടെ മിക്സ് ചെയ്തിട്ട്
ഒരു സ്പ്രേ പോലെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സീഡ്ലിങ്സ് ആണ്. നഴ്സറിയിൽ വളർത്തുന്ന സീഡ്ലിങ്സിന് മാത്രമാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്, വീക്ക്ലി സ്പ്രേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇച്ചിരി നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള സീഡ്ലിങ്സ് ആവുന്ന വരെ നമ്മൾ അത് ഫോളോ ചെയ്യും. പിന്നെ നമ്മൾ ഇത് പറയുന്നത് ബാക്കി പ്ലാന്റേഷൻസ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ചെടികളാണ്. അതിൽ വന്നിട്ട് നമ്മൾ ഈ COCയും നിക്കൽ ക്ലോറൈഡും കൂടെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട് 210 gram, ബട്ട് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ് ചെയ്താന്ന് ഓർത്താൽ മതി. COCയും നിക്കൽ ക്ലോറൈഡിന്റെ ഒരു കോമ്പിനേഷനും യൂസ് ചെയ്യാറുണ്ട് പെർ ഹെക്ടർ അറ്റ് 5 days ഇന്റർവൽ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ സമയത്ത് നമുക്കറിയാം മഴക്കാലമാണ്, ഭയങ്കര മഴയും ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഡിസീസ് കൂടുതൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മിക്സ്ചർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഒക്ടോബർ നവംബറിൽ 11 days ഇന്റർവെൽസിൽ, അപ്പോഴും മഴക്കാലമാണ്, ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്ലാന്റേഷൻസിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഇത് ചെയ്യാറുണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു മിക്സ്ചർ. പിന്നെ നമ്മൾ വേറെ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെയും കുറച്ച് കെമിക്കൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫെമിലിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. മാൻകോസെബ്, ട്രൈഡെമോർഫ്, ട്രൈഅഡിമെഫോൺ, പൈറകർബോളിഡ് അല്ലെങ്കിൽ സൈക്കാറോൾ. അപ്പോൾ എനിക്ക് ഈ സൈക്കാറോൾ മാത്രമാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് കേട്ട ഒരു വാക്കെന്ന് പറയുന്നത്. മാൻകോസെബ്, ട്രൈഡെമോർഫ്, ട്രൈഅഡിമെഫോൺ ഇതൊക്കെ നമ്മൾ നേരത്തെയും യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമായിട്ടുള്ള വേർഡ്സ്. അപ്പോൾ നിങ്ങൾ ഇത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഫംഗൽ ഡിസീസസിനൊക്കെ നമ്മൾ ഏതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫംഗിസൈഡ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരും. ഇപ്പോൾ ഗുഡ് ഡിസീസ് കൺട്രോളിനുള്ള, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കുറേയൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിതിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ടേംസ് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആൻഡ് മെയിനായിട്ട് നമ്മൾ ജൂൺ സെപ്റ്റംബർ ടൈമിൽ 5 ദിവസം ഇടവിട്ട് തന്നെ പെർ ഹെക്ടർ നമ്മൾ ഇത്രയും കോൺസെൻട്രേഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യും. ഒക്ടോബർ നവംബർ ടൈമിൽ 11 days ഇന്റർവെൽസിൽ ചെയ്യാറുണ്ട്. ഇനി ഈ ഡിസീസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫംഗസ് നമ്മുടെ ആ പേര് നമുക്ക് ഒന്നുകൂടെ നോക്കാം, എക്സോബെസിഡിയം വെക്സാൻസ്. അപ്പോൾ എക്സോബെസിഡിയം വെക്സാൻസിന്റെ ലൈഫ് സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 11 മുതൽ 28 ദിവസത്തിന്റെ ഇടയിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യും, ഇത് സ്പോർസ് ഒക്കെ ജനറേറ്റ്, അതായത് ചെറിയൊരു ലൈഫ് സൈക്കിൾ, 1 മാസത്തിനകത്താണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ വരുന്നത്. അപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റീപ്രൊഡക്ഷൻ സൈക്കിൾ ഇതിനകത്ത് തന്നെ നടക്കും. അപ്പോൾ ഒരു സീസണിൽ തന്നെ ഒത്തിരി ജനറേഷൻസ് ഓഫ് സ്പോർ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ നമുക്ക് പേരുകൊണ്ട് തന്നെ ഇതിനെ ആക്ച്വലി ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. എന്താണ്, എക്സോബെസിഡിയം വെക്സൻസ് ആണ്. അപ്പോൾ ഇതിൽ ബെസിഡിയോ സ്പോർസ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു ഡിസീസിന്റെ ഇൻഫെക്ഷന് സഹായിക്കുന്നത് കൊനീഡിയ ആൻഡ് ബെസിഡിയോ സ്പോർസ് ഉണ്ടെന്ന് നമുക്ക് ആ പേര് വെച്ച് ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ കൊനീഡിയ ഇത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞു ലീഫിൽ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ഈ ബ്ലിസ്റ്ററിനകത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഫംഗസ് വന്നിട്ട് ഈ കൊനീഡിയയും ബെസിഡിയോ സ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ സ്പോറുകളെല്ലാം എയർബോൺ ആണ്, എയർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ചെടികളിലേക്ക് പോയി ഇൻഫെക്ട് ചെയ്യാറുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് continued presence and spread of the fungal disease are primarily due to the fungi already present on the bushes that were previously infected. പലപ്പോഴും ഈ ഡിസീസ് വരുന്നത് ഓൾറെഡി ഇൻഫെക്റ്റ് ആയ ചെടികളിൽ ഈ ഒരു സ്പോർസ് എന്ത് ചെയ്യും നിന്നിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രസന്റ് ആയിട്ടാണ് പിന്നീട് വീണ്ടും വേറെ സീസണുകളിൽ ഇത് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത്. സോ പുതിയതായിട്ട് വരുന്നതിനേക്കാളും എക്സിസ്റ്റിംഗ് ബുഷസിലൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഈ ഫംഗൽ ഡിസീസിന്റെ ഈ ഒരു സ്പോറുകളൊക്കെ കിടന്നിട്ട് പിന്നീട് വീണ്ടും വരുന്നതാണ് പൊതുവെ കാണുന്ന ഒരു സ്പ്രെഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്, മോഡ് ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അല്ലാതെ ലൈക്ക് എയർബോണും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് ചിലപ്പോൾ കുറേ ടൈം ഡോർമെന്റ് ആയിട്ടൊക്കെ കിടക്കും. ഈ ബെസിഡിയോ സ്പോർസ് ആയിട്ടൊക്കെ കിടന്നിട്ട് പിന്നീട് അത് നല്ല ഓപ്റ്റിമൽ കണ്ടീഷൻസിൽ വരുമ്പോൾ അതെന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് പിന്നെ ഒരു ഇൻഫെക്ഷനൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത് ആയിരിക്കാം. സോ ഇത്രയാണ് നമുക്ക് ബ്ലിസ്റ്റർ ബ്ലൈറ്റിന് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറി പോലെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് ടൈനി പിങ്ക് ട്രാൻസ്ലൂസൻറ്റ് സ്പോട്ട്, ഈ ഇലകളുടെ അറ്റത്ത് ഇത് നിങ്ങൾക്ക് സൂം ചെയ്താൽ അറിയാം, ഇവിടെയൊക്കെ ചെറിയ സ്പോട്ടുകൾ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് കുരുകുരാന്ന് സ്പോട്ട്സ് പോലെ ഉണ്ട്. അപ്പോൾ ആ സ്പോട്ട്സ് പിന്നെ ഇവിടെ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഇത് ഒരു ഡിപ്രഷൻ പോലെയാണ്, അതായത് അകത്തോട്ട് കുഴിഞ്ഞിട്ടുള്ള പോലെ. ആ ഇലയുടെ തന്നെ ബാക്ക് വശം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇങ്ങനെ ബ്ലിസ്റ്റർ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് കൊനീഡിയയും ബെസിഡിയോ സ്പോറും ഒക്കെ ഉള്ളത്. പിന്നീട് എന്ത് ചെയ്യും, ഇത് മെച്ചുവർ ആയിട്ട് ഭയങ്കര കളർ മാറിയിട്ട് ബ്രൗൺ കളറാകും. കണ്ട് ഈ ഇലയുടെ മേൾഭാഗമൊക്കെ ഇങ്ങനെ ഒരുമാതിരി കേളായിട്ട് അവിടെയൊക്കെ ഒരുമാതിരി വന്നു. അടിയിൽ ഭാഗം ഇപ്പോഴും മെച്ചുവേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഈ സ്പോർസ് റിലീസ് ചെയ്ത് അടുത്ത് എന്ത് ചെയ്യും, വീണ്ടും വേറെ ഇലകളെയൊക്കെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഇത് ഇരുന്നിരുന്ന ആ ലീഫ് മൊത്തം ഡെഡ് ആവും.
അതായത് നെക്രോട്ടിക് ലീഫ് ലെസിൻ, നെക്രോട്ടിക് എന്നോ നെക്രോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലീഫ് അവിടെ ഡെഡ് ആയി കഴിഞ്ഞാൽ ആ ടിഷ്യൂ അവിടെ ഡാമേജ് ആയി കഴിഞ്ഞു. അങ്ങനെ ആ ലീഫ് കേട് വന്നു പോകും. ഇങ്ങനെ അഫക്റ്റ് ചെയ്ത് ലൈക്ക് യങ് ഷൂട്ട്സ് ഒക്കെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ പ്ലാന്റ് അങ്ങനെ ഗ്രോ ചെയ്യത്തില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത് അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫംഗിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ടീയുടെ സെക്കൻഡ് ഡിസീസ് നമുക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് റോട്ട് ആണ്. ബ്ലാക്ക് റോട്ട് ഉണ്ടാക്കുന്ന പാത്തജന്റെ പേര് നോക്കിയാൽ കോർട്ടീസിയം ഇൻവീസം അല്ലെങ്കിൽ കോർട്ടീസിയം തീയെ, ഇങ്ങനെ 2 പാത്തജൻസ് ആണ് ബ്ലാക്ക് റോട്ട് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ളത്. ഇനി ബ്ലാക്ക് റോട്ട് എന്ന് പറയുമ്പോഴും ഇത് ഓർക്കുക, ഇതൊരു ലീഫിലെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ലീഫാണ് അഫക്റ്റ് ആവുന്ന പാർട്ട് ഇവിടെ. അപ്പോൾ ബ്ലിസ്റ്റർ ബ്ലൈറ്റും ലീഫിലാണ്, ബ്ലാക്ക് റോട്ടും ലീഫിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സിംറ്റംസ് നമുക്ക് എവിടെയായിരിക്കും കാണാൻ പറ്റുന്നത്? ലീഫിലാണ്. ബ്ലാക്ക് റോട്ട് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് സ്പോട്ട്സ് അല്ലെങ്കിലും ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള സ്പോട്ട്സ് ആയിട്ടാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നത്. സ്മോൾ ഡാർക്ക് ബ്രൗൺ സ്പോട്ട്സ് അപ്പിയർ ഓൺ ദ ലീഫ്. ഇവിടെ ലീഫിൽ കണ്ടോ പച്ച ഭാഗവും ബാക്കി മൊത്തം ഇങ്ങനെ ബ്രൗൺ ഭാഗങ്ങളായിട്ട് സ്പോട്ട് പിന്നെ വളർന്നിട്ടുണ്ട്. ഇത് സ്പോട്ടായിട്ടല്ല, ഇത് സ്പോട്ടായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് അതെന്ത് ചെയ്യുന്നു, കുറേ ഭാഗത്തേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്, ഒരു പാച്ചായിട്ട് മാറും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ഡാർക്ക് ബ്രൗൺ സ്പോട്ട്സ് ആദ്യം അപ്പിയർ ചെയ്യും, പിന്നെ അത് കോയലൈസ് ചെയ്തിട്ട് ഇറ്റ് പ്രൊഡ്യൂസ് എ ഡാർക്ക് ബ്രൗൺ പാച്ച്. കോയലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ പാച്ച് ആയിട്ട് മാറും. അങ്ങനെ അവസാനം ആ ഇല മൊത്തം എന്ത് ചെയ്യും, ബ്രൗൺ കളർ ആയിട്ട് അത് ഡ്രോപ്പ് ഓഫ് ചെയ്ത് അത് കൊഴിഞ്ഞു പോകും. പിന്നെ ഈ ലീഫ് ബ്ലാക്ക് ആകുന്നതിന്, ഇപ്പം ഇത് ബ്രൗൺ കളറാണല്ലോ, ബ്ലാക്ക് ആകുന്നതിന് മുന്നേ തന്നെ ഇത് ലോവർ സർഫേസ് അസ്യൂംസ് എ വൈറ്റ് പൗഡറി അപ്പിയറൻസ്. അതായത് ഏകദേശം ഒരു കറുത്ത നിറം ആയിട്ടാണ് ഇത് കൊഴിഞ്ഞു വീഴുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വൈറ്റ് പൗഡറി ആയിട്ടുള്ളൊരു അപ്പിയറൻസും കാണാൻ പറ്റും. മോസ്റ്റ് പ്രോബ്ലി വൈറ്റ് പൗഡറി ആയിട്ടുള്ള എല്ലാ അപ്പിയറൻസും എന്താണ്, നമ്മുടെ ഈ ഫംഗസിന്റെ സ്പോർസ് ആയിരിക്കും പൊതുവിൽ, അല്ലേ? അപ്പം നമ്മൾ ഇത്രയും സ്റ്റഡീസ് നടത്തിയതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് റോട്ട് ലീഫിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്? ഈ ബെസിഡിയോ സ്പോർസ് വഴിയാണ് മെയിനായിട്ട് ഇത് സ്പ്രെഡ് ആവുന്നത്. ഇത് പിന്നെ ദ ഡിസീസ് ഡെവലപ്പ് റാപ്പിഡ്ലി when temperature is high and air is humid. ഹ്യൂമിഡിറ്റി കൂടുതലും ടെമ്പറേച്ചർ അതുപോലെ കൂടി നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസീസ് ഉണ്ടാകുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് റെയിൻഫോൾ ദേ ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈഫേ. ഈ സ്പോർസ് ഇങ്ങനെ ഒരു നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഡിസീസ് ഡെവലപ്പായി സ്പ്രെഡായിട്ടൊക്കെ പോവും. പിന്നീട് ഈ സ്പോർസ് ഇങ്ങനെ കിടന്നിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത് മഴക്കാലത്തായിരിക്കും. ഇത് ബാക്കിയുള്ളൊരു ബാക്കി ഇൻഫെക്ട് ചെയ്യുന്നത്, അത് പിന്നീട് ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും പുതിയൊരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്തായിരിക്കും? മഴക്കാലത്തായിരിക്കും. സോ ഇത് തുടങ്ങുന്നതൊരു ഹയർ ടെമ്പറേച്ചർ ഉള്ള ഒരു ഹ്യൂമിഡിറ്റി കൂടിയ ഒരു ടൈമിലാണെങ്കിൽ പോലും ഇത് മൺസൂൺ സീസണിലും ഇത് വീണ്ടും ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ബെസിഡിയോ സ്പോർസ് ആണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. എപ്പിഡെമിയോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കോർ ഇൻ നഴ്സറി ഷെയ്ഡഡ് വിത്ത് ക്രോട്ടലേരിയ. അപ്പം ഈ ക്രോട്ടലേരിയ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പൊതുവിൽ നമ്മൾ ഈ കൃഷിയൊക്കെ പ്ലാന്റേഷൻസ് ഒക്കെ ചെയ്യുന്നിടത്ത് ചിലപ്പോൾ ഈ കവർ ക്രോപ്സ് ആയിട്ട്, അതായത് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ചെടികൾ നട്ടു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ക്രോട്ടലേരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോട്ടലേരിയൊക്കെ വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് നഴ്സറീസിലൊക്കെ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒക്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ക്ലൈമറ്റ് അവിടെ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് തന്നെ അവിടെ ബെസിഡിയോ സ്പോർസ് നിന്നിട്ട് ജെർമിനേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഡുള്ള റീജിയൻസ്, കവർ ക്രോപ്സ് നട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ഡിസീസ് വരാനായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഡിസംബർ എൻഡൊക്കെ ആകുമ്പോൾ ഇതിനെ പ്രൂൺ ചെയ്യുക. ഈ ലീഫിലാണല്ലോ ഇത് മെയിൻ ആയിട്ട്. അപ്പോൾ ഈ വേണ്ടാത്ത ലീവ്സ് എല്ലാം പ്രൂൺ ചെയ്ത് ഇതിനെയൊക്കെ കത്തിച്ച് കളയിലേക്ക് ഡ്രൈ ചെയ്ത് കത്തിച്ച് കളയുക. എല്ലാം നമ്മൾ പ്രൂണിങ് വേസ്റ്റ് പ്രൂൺ ചെയ്തെടുക്കുന്ന എല്ലാ പ്ലാന്റ് വേസ്റ്റും നമ്മൾ ഡ്രൈ ചെയ്ത് കത്തിച്ച് കളയണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൂണിങ് മെത്തേഡിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഡ് ആയിട്ടുള്ള ലീവ്സിനെല്ലാം കളക്ട് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയാം.
അതിനുശേഷം എന്ത് ചെയ്യും, ഇവർ കോപ്പർ ഫംഗിസൈഡ് യൂസ് ചെയ്യും. കോപ്പർ ഫംഗിസൈഡ് നമ്മൾ COC ആയിരിക്കും മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്, കോപ്പർ ഓക്സി ക്ലോറൈഡ് ഫംഗിസൈഡ് ആയിരിക്കും. അപ്പോൾ ഡിസംബറിലോ അവസാനത്തോട് നമ്മൾ പ്രൂൺ ചെയ്യും, കാരണം അപ്പോഴത്തേക്കും ഈ ഒരു ഹ്യൂമിഡ് കണ്ടീഷനൊക്കെ മാറി, തണുപ്പ് ഇതിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു കണ്ടീഷനൊക്കെ കുറഞ്ഞ് ടെമ്പറേച്ചർ ഒന്ന് മാറി വരുന്ന ആ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യും. എന്നിട്ട് ഏകദേശം ആ സമ്മർ സീസൺ സിവിയർ ആകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കോപ്പർ ഫംഗിസൈഡും കൂടെ തളിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, പിന്നീട് ഈ ഒരു ഡിസീസ് വരാതിരിക്കും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹയർ ടെമ്പറേച്ചർ സമ്മർ സീസൺ പോലുള്ള സമയങ്ങളിലായിരിക്കും. പിന്നീട് വിന്ററിലോട്ട് അല്ലെങ്കിൽ മൺസൂൺ സമയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇത് വീണ്ടും ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വരും. സോ അത് പ്രിവെന്റ് ചെയ്യാനാണ് ഡിസംബർ എൻഡിൽ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഈ കോപ്പർ ഫംഗിസൈഡ് ഒരു ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് റോട്ട് ഡിസീസിനെ നമുക്ക് തടയാനായിട്ട് പറ്റും. ഇനി അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് റെഡ് റസ്റ്റ് ആണ്. റെഡ് റസ്റ്റും ഏകദേശം ഇലയിൽ വരുന്നതാണ്, പക്ഷെ ഇതുണ്ടാക്കുന്നത് ഫംഗസ് അല്ല, ഇതൊരു ആൽഗയാണ് ഉണ്ടാക്കുന്നത്. സോ അത് ഓർക്കുക, ആൽഗയാണ് ഇതിന്റെ പാത്തജൻ. സെഫാല്യൂറസ് മൈക്കോഡിയ, എന്താണ് സെഫാല്യൂറസ് മൈക്കോഡിയയാണ് ഈ റെഡ് റസ്റ്റ് ഉണ്ടാക്കുന്ന ആൽഗ എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് റെഡ് റസ്റ്റല്ലേ പേര്. ഇപ്പൊ റസ്റ്റ് എന്ന് പറയുമ്പോൾ തുരുമ്പാണ് അല്ലേ, റെഡ് എന്ന് പറയുമ്പോൾ ചുവന്ന നിറം. അപ്പൊ ചുവന്ന നിറത്തിൽ തുരുമ്പ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് ഇതിൽ സിംറ്റം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് ഓർക്കാം. സോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാന്ന്. ദ ഓറഞ്ച് യെല്ലോ സർക്കുലർ പാച്ചസ് അപ്പിയർ ഓൺ അപ്പർ സർഫസ് ഓഫ് ലീവ്സ്. ഇലകളിൽ ആദ്യം എല്ലാം എന്താണ് ഒരു സ്പോട്ട് ആയിട്ട് വരും, പിന്നെ അതൊരു കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ട് ഒരു പാച്ച് ആയിട്ട് വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, ഒരു ഓറഞ്ച് യെല്ലോ കളർ. റെഡ് റസ്റ്റ് ആണെങ്കിലും റെഡ് കളർ ആയിട്ടില്ല, ഒരു ഓറഞ്ച് യെല്ലോ കളറിൽ ഒരു പാച്ച് പോലെ ലീഫിന്റെ മേൽഭാഗത്ത് അപ്പർ സർഫസിൽ കാണാൻ പറ്റും. പിന്നീട് ഇത് ഡ്രൈ ആയി വരുമ്പോഴാണ് ഒരു ബ്രൗൺ നിറത്തിലോട്ട് മാറുന്നത്, ഓർ റെഡിഷ് ബ്രൗൺ നിറത്തിലോട്ട് മാറും. അപ്പോൾ ഈ ഇലയിൽ ഇങ്ങനെ ഒരു പാച്ച് പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ആൽഗെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നീട് അത് തൊട്ടടുത്തുള്ള സ്റ്റെമ്മിനെയും കൂടെ എഫക്ട് ചെയ്യും. അത് സ്റ്റെമ്മിനെ എഫക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റെം ഭയങ്കര കട്ടിയായിട്ട് പ്രിമെച്യൂർ ആയിട്ട് തന്നെ ഹാർഡൻ ചെയ്യാൻ തുടങ്ങും. അതായത് അത് മെച്യൂർ ആകുന്നത് ആക്ച്വലി ഒരു ടൈം എടുത്തിട്ടാണ് അത് മെച്യൂർഡ് ആയിട്ട് അത് ആ ഒരു സ്റ്റെം അതിന്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത് അതിന് മുന്നേ തന്നെ ഹാർഡൻ ആയി തുടങ്ങും. അപ്പൊ ഈ പാത്തജനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഇലകളെ മാത്രമല്ല, അതായത് ടീ പ്ലാന്റേഷൻസിനെ ആണെങ്കിൽ ടീ ചെടികളുടെ ലീവ്സിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, ഇത് ബാക്കിയുള്ള ചെടികൾ, അതായത് നമ്മളിപ്പോൾ കവർ ക്രോപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രീൻ മാനുവർ ആയിട്ടൊക്കെ നമ്മൾ കുറച്ച് ചെടികൾ ഇതിന്റെ കൂടെ നട്ടുവെക്കും. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ, ക്രോട്ടൽ ഏരിയയൊക്കെ നമ്മളിങ്ങനെ കവർ ക്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ചെടികളെ വരെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടീ പ്ലാന്റേഷൻ, ബാക്കിയുള്ള ചെടികളെയും ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെയുള്ള എപ്പിഡമിയോളജി ചോദിച്ചു കഴിഞ്ഞാൽ റെയിനി സീസൺ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് ആൽഗി. ഈ ആൽഗി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള സീസൺ എന്ന് പറഞ്ഞാൽ റെയിനി സീസൺ ആണ്. സോ ആ സമയത്താണ് നമുക്ക് ഈ ഒരു ഡിസീസ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് പോർഷനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇത് ഇലകളിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഇലകളിലെ ആ പോർഷൻസിനെ റിമൂവ് ചെയ്ത് അതിന് ഡ്രൈ ചെയ്ത് കത്തിച്ച് കളയും. അത് കൂടാഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 0.25% ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈവൻ ഇതൊരു ഫംഗിസൈഡ് ആണെങ്കിൽ പോലും ഇവിടെയും അത് എഫക്റ്റീവ് ആയിട്ട് ആൽഗയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ റെഡ് റസ്റ്റിനെയും മാനേജ് ചെയ്യാനായിട്ട് കോപ്പർ ഓക്സി ക്ലോറൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഡിസീസാണ് നമ്മളെ ബ്ലാക്ക് റൂട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് റൂട്ട് റോട്ട് എന്ന് പറയും. നമ്മൾ ബ്ലാക്ക് റൂട്ട് റോട്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് വേറൊന്നുമല്ല, റോട്ട് എന്ന് പറഞ്ഞാൽ അഴുകി പോവുക, ഇത് ബ്ലാക്ക് റൂട്ടാണ്. അപ്പം നമ്മുടെ ചെടിയുടെ റൂട്ട്സ് ബ്ലാക്ക് കളറിൽ അഴുകി പോകുന്നു, അത്രയും നമുക്ക് ഓർത്താൽ മതി. അപ്പോൾ ഇതിന്റെ പാത്തജൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊസെല്ലിന അരിയുവാറ്റ. അപ്പോൾ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേര് വെച്ച് തന്നെ പറയാൻ പറ്റണം, എന്താണ് ഈ ഒരു റൂട്ട് ഭാഗമൊക്കെ ഇങ്ങനെ അഴുകി പോകുന്നത്, ചീഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇമേജും കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളെ ഇലകളൊക്കെ കൂട്ടിയിടും മണ്ണിലല്ലേ. അപ്പോൾ ആ മണ്ണിൽ ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ഈ ഫംഗസ് കൂടുതലായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് അത്, കാരണം തൊട്ടടുത്ത റീജിയൻ എന്ന് പറഞ്ഞ റൂട്ട്സ് ആണല്ലോ, മണ്ണിലാണല്ലോ. അപ്പോൾ ആ റൂട്ട്സിലേക്ക് ആദ്യമേ അതങ്ങ് പടരുകയും ചെയ്യും. നമുക്ക് മെയിനായിട്ട് ഈ ചെടിയുടെ ഈ പ്ലാന്റേഷൻസിന്റെ ബാർക്ക് റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഷേപ്പിനുള്ള ഗ്രോത്ത് കാണാൻ പറ്റും മൈസീലിയത്തിൽ. ഈ ഫംഗസ് വളർന്നിട്ടുള്ളത് മെയിനായിട്ട് അങ്ങനെയാണ് ഇത് കാണുന്നത്. പിന്നെയുള്ളത് ഈ അറ്റ് ദ സർഫസ് ഓഫ് ദ സോയിൽ മൈസീലിയം സറൗണ്ട്സ് സ്റ്റെം ആൻഡ് കിൽസ് ബാങ്ക് ഫോർ ലെങ്ത് ഓഫ് 7.5 to 10 centimeters. ഇത് ഏകദേശം സ്റ്റെമ്മിന്റെ കുറച്ച് റീജിയൻ, അതായത് ഈ ഇലകൾ കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് ആ ഒരു കുറച്ച് ഹൈറ്റിനായിരിക്കും ഇത് മെയിൻ ആയിട്ട് ഫംഗസ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ എന്ത് ചെയ്യും, ആ ഒരു അവിടെ നിന്ന് കുറച്ചൊരു ഹൈറ്റിലേക്ക് സ്റ്റെമ്മും എന്ത് ചെയ്യും, ഒരു കേട് വന്ന പോലെ കറുത്ത നിറത്തിലോട്ടൊക്കെ ആകുന്ന പോലെ തോന്നും. പിന്നെ ഒരു സ്വള്ളൻ റിങ് പോലെ അവിടുത്തെ ടിഷ്യൂ കേട് വന്നിട്ട് ഒരു സ്വള്ളൻ ആയിട്ടുള്ള ഒരു റിങ്, അത് വീർത്തിട്ട് ചെറിയൊരു റിങ് പോലെയും ഫോം ചെയ്യാറുണ്ട്. ജസ്റ്റ് ആ ഡെഡ് പാച്ചിന് മേളിലായിട്ട്
അങ്ങനെ ഒരു റിങ് പോലെയും ഫോം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സിംറ്റം ആയിട്ട് കാണാം. കാരണം നമ്മൾ ഒരിക്കലും നട്ടുവെച്ചിരിക്കുന്ന ചെടിയെ പുഴുതു നോക്കാനൊന്നും പോകുന്നില്ല, അതിന്റെ വേരിന് എന്തെങ്കിലും കേടുപറ്റിയിട്ടുണ്ടോ. പക്ഷെ ഇങ്ങനത്തെ സിംറ്റംസ് പുറത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹീപ്പായിട്ട് ലീഫ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇടയ്ക്ക് ബാർക്കൊക്കെ റിമൂവ് ചെയ്ത് നോക്കിയാൽ മൈസീരിയത്തിന്റെ എന്തെങ്കിലും ഗ്രോത്ത്, ഇങ്ങനെ സ്റ്റാർ ഷേപ്പിനുള്ള ഗ്രോത്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് റൂട്ട് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. ഈ പാത്തജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 ഫ്രക്ടിഫിക്കേഷൻസ്. ഫ്രക്ടിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. ഫ്രക്ടിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഈ ഫംഗസിന്റെ കാര്യത്തിൽ ഇവിടെ കൊനീഡിയൽ സ്റ്റേജും പെരിത്തീഷ്യൽ സ്റ്റേജും ആണ് പറയുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ കേസിൽ 2 സ്റ്റേജസ്, അതായത് നമ്മുടെ ഡിസീസ് ഓഫ് ടീ, ഇതിലെ ബ്ലാക്ക് റൂട്ട് റോട്ടില് ഫംഗസ് 2 സ്റ്റേജസിലായിട്ടാണ് അതിന്റെ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഒന്ന് കൊനീഡിയൽ സ്റ്റേജ്, രണ്ടാമത്തത് പെരിത്തീഷ്യൽ സ്റ്റേജ്. അപ്പൊ ഇതിൽ കൊനീഡിയൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എന്താണ്, കൊനീഡിയോ 4 എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഫിലമെന്റ്സ് ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, കൊനീഡിയ ഫോം ചെയ്യുന്നത്. ഇത് എന്താണ്, അസെക്ഷൽ സ്പോർസ് ആണ്. ഈ അസെക്ഷൽ സ്പോർസ് വഴി എന്ത് ചെയ്യും, മെയിൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഡിസ്പേഴ്സൽ ആണ്. മെയിൻ ഫംഗ്ഷൻ ഇവരുടേത് ഡിസ്പേഴ്സൽ ആണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ, ഈ ഫംഗസിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മെയിൻ ആയിട്ട് ഇവര് യൂസ് ചെയ്ത് വരുന്നത്. പിന്നെയുള്ളത് സ്പ്രെഡിങ് ദ ഫംഗസ് ഓവർ ഷോർട്ടർ ഡിസ്റ്റൻസസിന് നമ്മൾ ഈ ഒരു കൊനീഡിയയുടെ ഫംഗ്ഷൻ ആയിട്ട് കാണാറുണ്ട്. കാരണം ഇത് എയർ വഴിയും വാട്ടർ വഴിയും, ഇപ്പം എയർ കറൻസ് അല്ലെങ്കിൽ വാട്ടർ സ്പ്ലാഷസ്, ജസ്റ്റ് വെള്ളം ഇങ്ങനെ തെറിച്ചാൽ അതുവഴിയും എന്ത് ചെയ്യും, ഈ കൊനീഡിയസ് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ചെടിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്ടർ ഡിസ്റ്റൻസ് ഡിസ്പേഴ്സലും എന്ത് ചെയ്യും, ഷോർട്ടർ ഡിസ്റ്റൻസ് ഡിസ്പേഴ്സൽ ഓഫ് ദി ഫംഗസ് കൊനീഡിയ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയൊരു ഡിസ്പേഴ്സലും ഇൻഫെക്ഷനും കൊനീഡിയ ആയിട്ട് യൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഫംഗസ് പഠിക്കുമ്പോൾ പലപ്പോഴും ഈ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, പല സ്റ്റേജസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളും സ്റ്റേജസും ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അത് ഇൻഫെക്ഷൻ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓർഗാനിസത്തിന്റെ അത് എക്സ്റ്റെൻഡ് ആയി പോകാതിരിക്കാൻ, അതിന്റെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ പല സ്റ്റേജസിലൂടെ ഇത് പല സീസൺസും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും തരണം ചെയ്തത് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ പെരിത്തീഷ്യ സ്റ്റേജ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് ഏകദേശം ഒരു ഫ്രൂട്ടിംഗ് ബോഡി പെരിത്തീഷ്യ ഫോം ചെയ്യും. ഇതാണ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി. അതിനകത്ത് ആസ്കൈ അല്ലെങ്കിൽ ആസ്കൈ ഓർ ആസ്കസ്, ആസ്കസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആണ്, ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആസ്കൈ എന്ന് പറയും. അപ്പൊ ആസ്കസ് അതിനകത്ത് കാണും. അതിനകത്തുനിന്ന് ആസ്കോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസ്കോസ്പോറുകൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. സോ ദേ ആർ സെക്ഷൽ സ്പോർസ്. അപ്പോൾ ഈ സെക്ഷൽ സ്പോർസ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ടു ഇനോക്യുലേറ്റ് എന്താണ് ന്യൂ ഇൻഫെക്ഷൻസ്, അതായത് ടു ബ്രിങ് ഇൻ ന്യൂ ഇൻഫെക്ഷൻസ്, പുതിയ ഇൻഫെക്ഷൻസ് കൊണ്ടുവരാനാണ്. അതായത് ഫസ്റ്റ് ഇൻഫെക്ഷൻ ഈ കൊനീഡിയ ചെയ്യും, പക്ഷെ പിന്നീട് പുതിയ ഇൻഫെക്ഷൻസ് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫംഗസിനെ പല ദൂരേക്ക് സ്പ്രെഡ് ചെയ്ത് എന്ത് ചെയ്യും, കുറെ ടൈം കഴിഞ്ഞിട്ട് പുതിയ ഇൻഫെക്ഷൻസ് കൊണ്ടുവരും. അപ്പോൾ അതിനാണ് കൂടുതൽ സർവൈവൽ കപ്പാസിറ്റി ഉള്ള സെക്ഷൽ സ്പോർസ് അല്ലെങ്കിൽ ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും, അതായത് സ്പ്രെഡ് അക്രോസ് ലാർജർ ഡിസ്റ്റൻസസ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഡിഫറെന്റ് ലൈഫ് സൈക്കിൾ ഫോം ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കൊനീഡിയ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇത് എയർ വഴി ഡിസ്പോസ് ചെയ്ത് തൊട്ടടുത്ത ചെടികളിലോട്ടോ നിയർ ബൈ റീജിയൻസിലൊക്കെ എയർ വഴിയോ വാട്ടർ വഴിയോ ഒക്കെ ഡിസ്പോസ് ചെയ്ത് പോകും. എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ കൊനീഡിയ എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്തിട്ട് പെനട്രേറ്റ് ചെയ്യും ഇങ്ങോട്ട് ആ പ്ലാന്റിന്റെ ബോഡിയിലോട്ട്, അതായത് എവിടെയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവിടെ പെനട്രേറ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗസ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ അണ്ടർഗോ വീണ്ടും ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫേസ്. അപ്പോഴാണ് നമ്മൾ പെരിത്തീഷ്യ ഫോം ചെയ്യുന്നത്. അതിനകത്തുള്ള ആസ്കോസ്പോർസ് ഉണ്ടാക്കി അത് വീണ്ടും എന്ത് ചെയ്യുന്നു, എൻവയോൺമെന്റിൽ വീണ്ടും അതിന്റെ സ്പ്രെഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു കൊനീഡിയൽ സ്റ്റേജ് അല്ലെങ്കിൽ പെരിത്തീഷ്യൽ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാത്തജൻ നമ്മളെ ബ്ലാക്ക് റൂട്ട് റോട്ട് മെയിൻ ആയിട്ട് കൊനീഡിയ ആൻഡ് ആസ്കോസ്പോർസ് വഴിയാണ് സ്പ്രെഡ് ആകുന്നത്. അത് മെയിനായിട്ട് പെരിത്തീഷ്യയാണ്. ആ പേരുകൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി.
ഇപ്പോൾ ജസ്റ്റ് കൊനീഡിയ പെരിതീഷയുടെ ഒക്കെ എല്ലാം ജസ്റ്റ് ഒരു അതിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇത്രയും അറിയാം, കൊനീഡിയം ആസ്കോസ്പോർസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ സ്പ്രെഡിങ് ആയിട്ടുള്ള സ്പോർസ്, ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനും ഇൻഫെക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന സ്പോർസ്. പിന്നെ ഇതിൻ്റെ സ്പ്രെഡ് നമ്മൾ പറഞ്ഞു വിൻഡ് വഴിയും വാട്ടർ സ്പ്ലാഷസ് വഴിയും ഇതെന്തെയും സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഇനി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് പ്ലാന്റിന് നമ്മൾ റിമൂവ് ചെയ്ത് ഡിസ്ട്രക്ട് ചെയ്ത് കളയുകയാണ്. പിന്നെ ഫോളൺ ഔട്ട് ലീവ്സിന് നമ്മൾ ക്ലീൻ കൾട്ടിവേഷൻ വിത്തൗട്ട് ഫോളൺ ലീവ്സ്, അതായത് കൾട്ടിവേഷൻ നല്ല ക്ലീൻ ആയിരിക്കണം, കൊഴിഞ്ഞു വീണ ഇലകളൊന്നും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാതെ നല്ല ക്ലീൻ ആയിട്ടായിരിക്കും കൾട്ടിവേഷൻ ചെയ്യേണ്ടത്. പിന്നെ ഇൻഫെക്ട് ചെയ്ത ഒരു ബുഷ് ഉണ്ടെങ്കിൽ, ഒരു റീജിയൻ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് അവിടെ സൺലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് കുറച്ച് മോയ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. നമ്മൾ പറഞ്ഞത് കുറേ ഇലകളൊക്കെ കൂട്ടിയിട്ടിടുമ്പോൾ അവിടെ എപ്പോഴും മോയ്സ്ചർ നിൽക്കുക, അങ്ങനെയാണ് അവിടെ ഫംഗസ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ആ ഒരു മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഡ്യൂയി ആയിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ചെടികൾ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ഡ്രെഞ്ച് ക്രിയേറ്റ്, അതായത് കുഴിക്കും, അവിടെ കുറച്ച് അടുത്തുള്ള റീജിയനൊക്കെ കുഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എല്ലാ വേസ്റ്റും ഒക്കെ മാറ്റി ഓപ്പൺ ആക്കിയിരിക്കും, സോ ദാറ്റ് വെയിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വന്ന് വീഴാനായിട്ട്. കാരണം നമുക്കറിയാം ഈ ടീ പ്ലാന്റേഷൻസ് കൂടുതലും കോൾഡർ ടെമ്പറേച്ചേഴ്സ് ഉള്ള റീജിയനിലാണല്ലോ ടെറസ് ഫാമിംഗ് പോലെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ട് സൺലൈറ്റ് ഓൾറെഡി കുറവാണ്, അപ്പോൾ ഇങ്ങനത്തെ ഡിസീസസ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഹീപ്പ് ഓഫ് ഇലകളൊക്കെ ഇട്ടും കൂടെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയൊരു ഡ്രെഞ്ച് ഉണ്ടാക്കുന്നത്, കാരണം അത്രയും ഈ സൺലൈറ്റ് എങ്കിലും അവിടെ വരണം, സോ ദാറ്റ് ഈ സോയിൽ നല്ല പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഈ റൂട്ട്സും ഒക്കെ കുറച്ച് ഈ സൺലൈറ്റിന്റെ പ്രസൻസിൽ ബെറ്റർ ആകാനായിട്ട്. സോ അങ്ങനെ ആ ഫംഗൽ ഗ്രോത്ത് അവിടെ കുറയ്ക്കാനും നമ്മളിങ്ങനെ ഡ്രഞ്ച് ക്രിയേറ്റ് ചെയ്ത് വെയിലിനെ എക്സ്പോസ് ചെയ്യാൻ, മെയിൻലി ഡ്രഞ്ച് അല്ലെങ്കിൽ ഇവിടെ കുഴി കുടിച്ചിടുന്നത് മെയിനായിട്ട് സൺലൈറ്റ് വന്ന് വീണിട്ട് അവിടുത്തെ സോയിലിൻ്റെ ഒരു ടെക്സ്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് റൂട്ട് റോട്ട് ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ടീ റിലേറ്റഡ് ആയിട്ട് 4 മേജർ ഡിസീസസ് ആണുള്ളത്. അതിൽ 3 ലീഫിനെ, 1 റൂട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്. പാത്തജൻസ് പഠിച്ചു, അതിൽ എങ്ങനെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പാത്തജൻ്റെ ജസ്റ്റ് അതെങ്ങനെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രയാണ് നമുക്ക് ടീൻ്റെ ഡിസീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.